ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നലെ രാത്രി എൻ്റെ നോട്ടിഫിക്കേഷൻ ബാറിലൊരു മെസ്സേജ് ഉണ്ട് കേട്ടോ. അപ്പം അതിൽ എന്ന് പറയുമ്പോൾ ചെറിയൊരു ഭീഷണി തന്നെയായിരുന്നു. കൂടുതൽ അറിയാൻ വേണ്ടി ഇപ്പം സാധിക്കും. ഞാൻ ചെയ്തേക്കുന്ന വീഡിയോസ് എന്ന് പറയുന്നത് ഒന്നിക്കൽ ഒളിച്ചോടാൻ സംബന്ധിച്ചായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുപോലെ സോഷ്യൽ റിലവൻ്റ് ആയിട്ടുള്ള കണ്ടന്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും. കൂടുതലും ഞാൻ പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെൺകുട്ടികളുണ്ടല്ലോ, അവർ പ്രണയ ചതിക്കുയിൽ വീഴ്ത്താൻ വേണ്ടിയിട്ട് പല ആളുകളും, ചില ആളുകൾ എയിം ചെയ്തിട്ട് തന്നെ മുസ്ലിങ്ങളെ എയിം ചെയ്തിട്ട് വരുന്ന ആളുകളുണ്ട്. പിന്നെ അത് കൂടാതെ കുറച്ച് പണവും കാര്യങ്ങളൊക്കെയുള്ള പെൺകുട്ടികളെ എയിം ചെയ്തിട്ട് വരുന്ന ആളുകളുണ്ട്. അതുപോരാതെ സാധാരണക്കാരായിട്ടുള്ള പെൺകുട്ടികളെ അവരെ എയിം ചെയ്തിട്ടും വരുന്ന ആളുകളുണ്ട്. നല്ലൊരു ഉദ്ദേശത്തോട് കൂടിയിട്ട് പെണ്ണിനെ എനിക്ക് വേണം, കല്യാണം കഴിക്കണം, നല്ലൊരു ഫാമിലി ലൈഫ് കൊണ്ടുപോകണം എന്ന് വിചാരിച്ചിട്ട് പെണ്ണിനെ സമീപിക്കുന്ന ആളുകളല്ല ഉള്ളത്. അങ്ങനെയുള്ള ആളുകളെ കണ്ടിട്ട് തന്നെയാണ് അവരെ സമൂഹത്തിന് മുന്നിലേക്ക് നമ്മൾ കൊണ്ടെത്തിക്കുന്നത്. അപ്പൊ അത്തരം കാര്യങ്ങള് മറ്റുള്ളവരോട് പറയുന്നത്, പറയുമ്പോൾ തന്നെ പല ആളുകൾ എന്തിനാ പറയേണ്ട ആവശ്യമെന്നുള്ളത്. പക്ഷെ ഇതുപോലുള്ള കാര്യങ്ങളൊന്നും പൊത്തിവെക്കണ്ടോന്നല്ല. ഇന്ന് ഒരു സ്ഥലത്ത് സംഭവിക്കുന്നത് നാളെ മറ്റിടങ്ങളിലും മറ്റ് പലയിടങ്ങളിലും നടന്നിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു സ്ഥലത്ത് നടക്കുന്നുണ്ട് എന്നുള്ളത് ബാക്കിയുള്ളവരിലേക്ക് ഒന്ന് അറിയിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടെങ്കിൽ, കുറച്ച് പേരെങ്കിലും അതൊന്ന് മനസ്സിലാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ, അതിലൊരു ജാഗ്രത വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മക്കളുടെ, പെൺമക്കളുടെ ഭാവിയാണ്. എന്താ പറയാ, അതൊക്കെ ഒരു ബലൂൺ പോലെയാ. ജസ്റ്റ് ചെറിയൊരു പോയിന്റിൽ എവിടെയെങ്കിലും ഒരു ഹോള് വന്നിട്ടുണ്ടെങ്കിൽ തീർന്ന്, അത് കംപ്ലീറ്റ് അങ്ങ് പോയി. ചില മക്കൾക്കൊന്നും സഹിക്കാനുള്ള കഴിവ് വരെയില്ല. അങ്ങനെയുള്ള മക്കളാണ് ആത്മഹത്യയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മുടെ മക്കൾക്ക് നമ്മൾ സ്വാതന്ത്ര്യവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്, എന്തും പറയാനുള്ളത്, അല്ലെങ്കിൽ എന്ത് ഒരു കാര്യം ചെയ്യുമ്പോൾ അവർ പക്വതയോടെ ആ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നൊക്കെ വിചാരിക്കും. പക്ഷെ നമ്മുടെയൊക്കെ ചിന്തക്കപ്പുറമായിരിക്കും, അതീതമായിട്ടായിരിക്കും കാര്യങ്ങൾ നടക്കുക. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കൂടുതലും സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുന്ന ടൈമിലും നമുക്കിങ്ങനെ മെസ്സേജും കാര്യങ്ങളൊക്കെ വരും. ആരെക്കുറിച്ചാണോ പറഞ്ഞത് അവരുടെ ഭീഷണി പോലുള്ള സന്ദേശങ്ങളും കാര്യങ്ങളൊക്കെ വരും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ പേടിക്കുന്ന ഒരു ജനിച്ചല്ല കേട്ടോ ഞാൻ. അതായത് തന്നെ പറയാം. ഇനിയിപ്പോൾ എനിക്ക് ഇന്നലെ വന്നേക്കുന്ന ആ ഒരു മെസ്സേജ് ഇട്ടത് ആരാണെന്നുള്ളത് ഇപ്പം ഞാൻ പറയുന്നില്ല. ആവശ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും തീർച്ചയായും അതൊന്ന് പറയും. മറുപടി പക്ഷേ ഇതുപോലെ ആയിരിക്കില്ല, നല്ല രീതിക്ക് തന്നെ ഞാൻ തരും. പക്ഷെ ഇതിപ്പോൾ ഞാൻ പറയുന്നത്, ഞാൻ ഈ അയക്കുന്ന വീഡിയോ എന്തായാലും ആ കക്ഷി കാണാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പറയാം, ഞാൻ നിങ്ങളെക്കുറിച്ച് പറഞ്ഞതിൽ 100% ശരിയായിട്ടുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഇനിയും ഇതുപോലെ ആവർത്തിച്ചു കഴിഞ്ഞാൽ പറഞ്ഞിരിക്കും. അതിൽ ആരെയും എനിക്കൊരു ഭയവുമില്ല. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടെങ്കിൽ ഭീഷണിയൊന്നും വേണ്ട, നേരെ ഇങ്ങോട്ട് പോരി, കണ്ണൂരേക്ക് പോരി. ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അതിൻ്റെതായിട്ടുള്ള കോൺസിക്വൻസസ് അനുഭവിക്കുന്നുള്ളത് നന്നായിട്ട് എനിക്കറിയാം. കൂടുതലും സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങൾ വെട്ടി തുറന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ ഓരോ വീഡിയോസും കാര്യങ്ങളും സ്ട്രൈക്ക് അടിക്കാം. എനിക്ക് റിപ്പോർട്ട് അടിക്കുന്ന ആളുകളുണ്ട്. അതൊന്നും എനിക്ക് ഒരു പ്രശ്നവുമില്ല. ഇനിയിപ്പോൾ ഇത് ഈ ചാനലും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിട്ടില്ലെങ്കിലും എനിക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് ഇതൊന്നും അല്ല എൻ്റെ മാർഗം. എനിക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് ഞാനായിട്ടും എൻ്റെ ഹസ്ബൻഡായിട്ടും ഒക്കെ അധ്വാനിക്കുന്നുണ്ട്. അത് മതി. പക്ഷെ കുറച്ച് കാര്യങ്ങൾ മറ്റുള്ളവരുടെ മുന്നിലേക്ക് എത്തിക്കേണ്ട കാര്യങ്ങൾ അത് എത്തിച്ചു കൊണ്ടേയിരിക്കും. അതിനി ആരൊക്കെ തടസ്സം നിന്നാലും അത് ചെയ്തുകൊണ്ടേയിരിക്കും. അതിപ്പോ ആണുങ്ങൾ മാത്രം പറഞ്ഞാൽ എന്ന് ബാക്കിയുള്ളവർ കേൾക്കുമെന്നൊന്നുമില്ലല്ലോ. സ്ത്രീകൾക്ക് എതിരെയുള്ള ആക്രമണങ്ങൾക്ക് സ്ത്രീകളും ഇപ്പൊ പൊതുവേദിയിലായി കഴിഞ്ഞാലും അല്ലെങ്കിൽ പൊതുജനത്തിന് മുന്നിലായി കഴിഞ്ഞാൽ വന്ന് എന്ന് പറയേണ്ട അവസ്ഥ അതിക്രമിച്ച് വന്നിരിക്കുക. ഇന്ന് പലയിടങ്ങളിലും സംഭവിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് മുന്നിൽ വന്നിട്ടില്ലേ? ഉണ്ട്, തീർച്ചയായും വന്നിട്ടുണ്ട്. അപ്പൊ എന്താ ചെയ്യാ, വാ പൊത്തിയിട്ട് മിണ്ടാതിരിക്കോ? നമ്മുടെ മക്കളുടെ നേരെയാണ് ഇതുപോലുള്ള അതിക്രമങ്ങൾ നടക്കുന്നെങ്കിൽ നമ്മൾ വാ പൊത്തി മിണ്ടാതിരിക്കോ? മിണ്ടാതിരിക്കില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ഒരാൾക്ക് രണ്ടാൾക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ മാത്രമായിട്ട് അത് കണക്കാക്കണ്ട. ഓരോ ഇടങ്ങളിലും ഉണ്ട് ഇതുപോലുള്ള ആളുകൾ. അപ്പോൾ നാളെ നമ്മുടെ വീടിനുള്ളിലും ഇതുപോലുള്ള കാര്യങ്ങൾ വരാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ മനസ്സിലാക്കി എടുക്കുന്നത് നല്ലതാ. നമ്മൾ വിചാരിക്കും ഈ 4 ചുവരിനുള്ളിൽ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ ഒന്നും പ്രശ്നമില്ല, വേറൊരു കാര്യം നമ്മൾ അറിയണ്ടെന്നുള്ളത്. പക്ഷെ നമ്മൾ മാത്രമാണ് ഈ 4 ചുവരിനുള്ളിൽ നിൽക്കുന്നത്, ബാക്കിയുള്ളവർ അങ്ങനെയല്ല. അങ്ങനെയുള്ള ആളുകൾ നമ്മളെപ്പോലുള്ള ആൾക്കാർ, നമ്മുടെ വീട്ടിലുള്ള മക്കളെ ആയാലും ആരെ ആയാലും തേടി എത്തുന്നുണ്ട്. പ്രത്യേകിച്ച് കോളേജിലായാലും സ്കൂളിലായാലും പോകുന്ന പെൺമക്കളും ആൺമക്കളും ഒക്കെ നമുക്കുണ്ട്. അപ്പോൾ അവരോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ബോധവൽക്കരണം എന്നുണ്ടെങ്കിൽ സമൂഹത്തിൽ നടക്കുന്ന ഇത്തരം കാര്യങ്ങളിൽ നമുക്കും കുറച്ച് അറിവുണ്ടായിരിക്കണം. അപ്പൊ അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരോട് ഭീഷണിയും കാര്യങ്ങളൊക്കെ മുഴക്കി കഴിഞ്ഞാൽ അവരങ്ങ് പേടിച്ച് പിന്മാറുന്നതായിരിക്കും. ഒരു പേടിയുമില്ല. അങ്ങനെ ഭീഷണിയും കാര്യങ്ങളും തുടരെ വരുന്നുണ്ടെങ്കിൽ അതിനെന്താ ചെയ്യേണ്ടതെന്നുള്ളതും എനിക്ക് നന്നായിട്ട് അറിയാം. ഒരു പേടിയുമില്ല. ഇനിയിപ്പോ ഈ ഭീഷണിയും കാര്യങ്ങളൊക്കെ ഇപ്പം ഞാൻ ലീക്കാക്കുന്നില്ല. ഇനിയും ഇതുപോലെ തന്നെ
റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ എനിക്കതിനെതിരെ ആക്ഷൻ എടുക്കേണ്ടി വരും. പിന്നെ അതും പറഞ്ഞിട്ട് കിടന്ന് മൂങ്ങിയിട്ട് കാര്യമില്ല, നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ആക്ഷൻ എടുക്കും. ഇപ്പം എൻ്റെ ഈ വീഡിയോ ഞാൻ ഈ പറഞ്ഞ കക്ഷി തീർച്ചയായും കാണുമെന്നുള്ള കാര്യം എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ഈ വീഡിയോയിലൂടെ പറയുന്നത്. പക്ഷെ ഇതല്ല കേട്ടോ, എനിക്ക് ഇന്ന് പറയാനുള്ള കണ്ടന്റ് വേറെയാണ്. ഇതൊന്ന് ജസ്റ്റ് അതിലൂടെ പറഞ്ഞു പോയിന്നേ ഉള്ളൂ. ഇന്നലെ ഞാൻ കണ്ടൊരു വീഡിയോ, ആ വീഡിയോ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഓരോ സ്ഥലങ്ങളിൽ ഇപ്പം നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതിപ്പോൾ നമ്മൾ അറിയാൻ വേണ്ടി ലേറ്റ് ആവുന്നേ ഉള്ളൂ. ഇപ്പം ഞാൻ ഈ കാര്യം ഇന്ന് ഇവിടെ പറയുമ്പോൾ ഇതേ കാര്യം തന്നെ വേറൊരു സ്ഥലത്ത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ആ തനിയാവർത്തനം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് പിന്നീടായിരിക്കും. ആ ഒരു വീഡിയോ കാണിച്ചു തരാം. ആ വീഡിയോയും ഇതുപോലെ തന്നെ വിവാഹ തട്ടിപ്പ് വീടിനെ ഇപ്പോൾ പിടികൂടിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും അതൊന്ന് കാണാം. കഴക്കൂട്ടത്ത് ടെക്നോ പാർക്ക് ജീവനക്കാരിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച ശേഷം പണം തട്ടിയെടുത്ത കേസിൽ യുവാവ് അറസ്റ്റിലായി. മോഡലും കൊറിയോഗ്രാഫറുമായ കോഴിക്കോട് താമരശ്ശേരി തിരുവമ്പാടി കൂടരഞ്ഞി പാലക്കണ്ണി ചന്തയ്ക്ക് സമീപം 27 വയസ്സുകാരനായ ഫാഹിദിനെയാണ് കഴക്കൂട്ടം പോലീസ് പിടികൂടിയത്. വിവാഹ വാഗ്ദാനം നൽകി ലക്ഷക്കണക്കിന് രൂപ ടെക്നോ പാർക്ക് ജീവനക്കാരിയായ പെൺകുട്ടിയിൽ നിന്ന് വാങ്ങുകയും മാസങ്ങൾക്ക് ശേഷം ബന്ധത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്തു. തുടർന്ന് ഇയാളെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ച പെൺകുട്ടി സമാനമായ രീതിയിൽ നിരവധി പെൺകുട്ടികളെ കബളിപ്പിച്ചു എന്ന് മനസ്സിലാക്കുകയായിരുന്നു. തുടർന്നാണ് കഴക്കൂട്ടം പോലീസിൽ പരാതി നൽകിയത്. കോഴിക്കോട് നിന്നും കഴക്കൂട്ടം SHO JS പ്രവീണിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പ്രതിയെ പിടികൂടുകയായിരുന്നു. ഇൻസ്റ്റഗ്രാമിൽ 10,000-കണക്കിന് ഫോളോവേഴ്സുള്ള ഈ യുവാവ് മിക്ക ജില്ലകളിലും ആശുപത്രി, കോളേജ്, മാളുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിലെ പരിപാടികൾക്ക് ഫാഷൻ ഷോകൾ കൊറിയോഗ്രാഫറായി പ്രവർത്തിച്ചു. കേട്ടില്ലേ? ഇതും ഒരു വിവാഹ തട്ടിപ്പ് തന്നെയാ. ഞാൻ ചോദിക്കട്ടെ, ഈ പ്രേമിക്കുന്ന ടൈമിൽ എന്തിനാണ് ഈ സാമ്പത്തികമായിട്ടൊക്കെ സഹായിച്ചിട്ട് അങ്ങ് കഷ്ടപ്പെടുന്നത്? അവന്റെ സ്നേഹം കിട്ടില്ലെന്ന് വിചാരിച്ചിട്ടോ? അങ്ങനെ കിട്ടില്ലെങ്കിൽ പോട്ടേന്ന് അങ്ങ് വെക്കണം. തുമ്മിയാത്തെറിക്കുന്ന മൂക്കാണെങ്കിൽ അങ്ങ് പോട്ടേന്ന് വെക്കുക. നമ്മളിപ്പോൾ കല്യാണം കഴിഞ്ഞ് ഭർത്താക്കന്മാരെ സഹായിക്കുന്ന പോലെയല്ല. പ്രേമിക്കുന്ന പയ്യനങ്ങ് നമ്മുടെ മാതാപിതാക്കൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന പൈസയും കാര്യങ്ങളും കൊടുക്കുക. അല്ലെങ്കിൽ നമുക്കൊരു ജീവിതം കിട്ടാൻ വേണ്ടിയിട്ട് മാതാപിതാക്കൾ തന്നെയല്ലേ നമുക്കൊരു ജോലിയും കാര്യങ്ങളൊക്കെ സെറ്റാക്കുന്നത്, നമ്മളെ പഠിപ്പിച്ച് വലുതാക്കുന്നത്. അങ്ങനെയുള്ള അവരെന്താ വിചാരിക്കുക? ഇവർക്ക് ഈ ജോലിയും കാര്യങ്ങളൊക്കെ ആയി, ഇനി അവരെന്ത് ചെയ്യും? അവർ 2 കാലം നിലത്ത് ഉറപ്പിച്ചങ്ങ് നിൽക്കട്ടെ, നമുക്കിനി അത് നോക്കണ്ടല്ലോ എന്നുള്ളത്. അപ്പൊ അങ്ങനെ സമാധാനിക്കുന്ന മാതാപിതാക്കള് പിന്നെ അറിയുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളാ. ഇതിനിടയ്ക്കൊരു പെൺകുട്ടി മരണപ്പെട്ടു, ആത്മഹത്യ ചെയ്ത. അതും ഇതുപോലെ പ്രേമനരേഷ. അവള് ഏകദേശം 50,000-ഓളം സാലറി വാങ്ങിക്കുന്നവളാ. അക്കൗണ്ടില് 0 ബാലൻസ്. അതും സ്നേഹിച്ച പയ്യന് കൊടുത്തെന്നാ കേൾക്കുന്നത്. അങ്ങനെയൊക്കെ പണം കൊടുത്തിട്ട് നേടേണ്ടതാണോ സ്നേഹം? ഇതെന്താ വില കൊടുത്ത് വാങ്ങിക്കാൻ പറ്റുന്ന സാധനമാണോ? ഇതൊക്കെ എപ്പോഴാണ് മനസ്സിലാക്കുക? എന്തൊരു നല്ല സുന്ദരനായിട്ടുള്ള ചെറുപ്പക്കാരനല്ലേ. ഇപ്പൊ മനസ്സിലായോ? സൗന്ദര്യത്തിലൊന്നും ശരിക്കും പറഞ്ഞ ഒരു കാര്യമില്ല. സൗന്ദര്യം നോക്കണ്ട എന്നല്ല, ഈ പുറമേ കാണുന്ന ഈ ഒരു സൗന്ദര്യം ഉണ്ടല്ലോ, അതിന് നമ്മൾ ഒരിക്കലും ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കരുത് കേട്ടോ. ഫസ്റ്റ് നമ്മളൊരു ആണില് കണ്ടെത്തണമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കണ്ടെത്തി എടുക്കണം കേട്ടോ. അതും ഒരു കഴിവ് തന്നെയാ. നമ്മളെ സ്നേഹിക്കാനുള്ളൊരു മനസ്സ് അവർക്കുണ്ടോ എന്നുള്ളത് നോക്കണം. അതിനുശേഷം അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ വലിയ കോടീശ്വരൻ എന്നല്ല ഉദ്ദേശിക്കുന്നത്. അധ്വാനിച്ച് നമ്മളെ പോറ്റാൻ കഴിവുള്ളവനാണോ ഇത് നോക്കുക. അല്ലാതെ അവന്റെ ഫാമിലി സ്റ്റാറ്റസ്, ഫാമിലിയിൽ ഇന്നതുണ്ട്, പണ്ട് വീട്ടിൽ ആനയുണ്ടായിരുന്നോ ചേനയുണ്ടായിരുന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ളവനെ കണ്ട് സ്നേഹിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഇന്നവൻ എന്തുണ്ട് എന്നുള്ള കാര്യം വേണം നമ്മൾ ചിന്തിക്കാൻ. അതുപോലെ കൂടുതലായിട്ടും ലഹരിയും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നവനാണോ എന്നൊക്കെയുള്ള നോക്കണം. ഇനിയിപ്പോൾ ലഹരിയും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നവരാണ്, അവനെ ഞാൻ സ്നേഹിച്ചു പോയി, അവനെ നന്നാക്കി എടുക്കാൻ വേണ്ടി പറ്റും എന്നൊക്കെ വിചാരിച്ചിട്ട് അവന്റെ ജീവിതത്തിലേക്ക് കയറി പോകാന്ന് വെച്ചാൽ നിൽക്കണ്ട. നിങ്ങളുടെ ജീവിതം അങ്ങ് പോവുക. അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് പെൺമക്കളൊന്നും നീങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലെ ചതിക്കെണിയിലൊന്നും വീഴില്ല. ഇതുപോലെ വിവാഹ തട്ടിപ്പുകാരൊന്നും നമ്മുടെ പെൺമക്കളെ പ്രണയ ചതിയിലേക്ക് വീഴ്ത്താൻ വേണ്ടി നിൽക്കില്ല. വീഴ്ത്തി കഴിഞ്ഞിട്ട് നമ്മൾ കണ്ണീരൊഴുക്കിയിട്ട് പിന്നെ കാര്യമില്ല. അതിന് മുന്നേ വേണം നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞ് അവർക്ക് കൊടുത്ത് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി. പറഞ്ഞ് മനസ്സിലാക്കണം. അല്ലാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് ഇത് എവിടെയൊക്കെയോ നടക്കുന്ന കാര്യങ്ങളല്ലേ, നമ്മുടെ മുന്നിലൊന്നും എത്തില്ല, നമ്മുടെ മക്കളൊന്നും അങ്ങനെ പോവില്ല. അങ്ങനെ ചിന്തിച്ചാൽ തന്നെ അവിടെ തുടങ്ങി നമ്മുടെ മോശം കാലം. അതാണ് വലിയ തെറ്റ്. നമ്മുടെ മക്കൾക്ക് പ്രായപൂർത്തി ആയിക്കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ സമൂഹത്തെക്കുറിച്ച്. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. കാരണം ഇത് ചിലപ്പോൾ എങ്കിലും ചിലർക്കെങ്കിലും ഉപകാരപ്പെടും. നമ്മൾ ഫാമിലി ആയിട്ടൊരു സെന്റിമെന്റൽ അറ്റാച്ച്മെന്റിൽ ഉണ്ടാകുന്ന പെണ്ണായാലും ആണായാലും ഈ മക്കളൊന്നും ഒരിക്കലും വഴി തെറ്റിയിട്ട് പോയ കണ്ടിട്ടില്ല. കൂടുതലും ഫാമിലിയിൽ തന്നെ സമയം ചിലവഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക.
ഏതൊരാളായാലും മുഴുവൻ ടൈമല്ല, കുറച്ച് സമയമെങ്കിലും. അപ്പൊ അങ്ങനെയുള്ള അവര് അതില് ആണായാലും പെണ്ണായാലും ഒരുപാട് പേരുണ്ടാവും അല്ലെ ഫാമിലിയിൽ. അപ്പൊ അങ്ങനെയുള്ള ഒരു പെണ്ണിനെ വേറൊരാണ് വന്നിട്ട് ഒരു മോശമായിട്ട് പെരുമാറുന്നുണ്ടെങ്കിൽ നമ്മുടെ മക്കൾക്ക് സഹിക്കോ? ഇല്ല. അതേപോലെ തന്നെയാണ് മറ്റുള്ള പെൺകുട്ടികളോടും നമ്മൾ ചെയ്ത് കഴിഞ്ഞാല് എങ്ങനെ ഇരിക്കുമെന്നുള്ളത് അവര് മനസ്സിലാക്കിയെടുക്കും. നമ്മൾ പറഞ്ഞു കൊടുക്കാതെ തന്നെ മനസ്സിലാക്കിയെടുക്കും. നമ്മുടെ സഹോദരിമാരെ തൊട്ടാൽ എങ്ങനെ നമുക്ക് പൊള്ളും, അവർക്ക് ഇതുപോലൊരു അവസ്ഥ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും. അതേപോലെ തന്നെയാണ് മറ്റുള്ള പെൺകുട്ടിയുടെയും മാനാഭിമാനം എന്നുള്ള കാര്യം മനസ്സിലാക്കിയെടുക്കും. അങ്ങനെയുള്ള ആളുകളൊന്നും ഒരിക്കലും മറ്റുള്ള പെൺകുട്ടികളെ സ്നേഹിച്ച് ചതിക്കാനൊന്നും നിൽക്കില്ല. സ്നേഹിച്ചാൽ തന്നെ അവരെ കല്യാണം കഴിക്കും, നല്ലൊരു ജീവിതം കൊടുക്കും, നല്ലൊരു ഫാമിലി ലൈഫ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കും. കുടുംബത്തിന്റെ സ്ഥിതിഗതി എങ്ങനെയാണോ അതിനനുസരിച്ചിരിക്കും അവരുടെ പിന്നീടുള്ള സ്വഭാവ രൂപീകരണം. അത് സമൂഹത്തിൽ നന്മക്കുള്ളതായാലും തിന്മക്കുള്ളതായാലും. കുടുംബത്തിലെ നല്ല നിലയിൽ നിൽക്കുന്ന മക്കള് ഒരിക്കലും സമൂഹത്തിന് ദോഷമായിട്ട് വന്ന ചരിത്രം നമ്മൾ എവിടെയും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള വാർത്തകളൊക്കെ കേൾക്കുന്ന ടൈമിൽ ഇത്തരം കാര്യങ്ങളെങ്കിലും പറയണമെന്ന് വിചാരിച്ചു. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമാവില്ല, ചില കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമെന്നും എനിക്കറിയാം. പക്ഷെ എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും ഇതുപോലുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ പറയാതിരിക്കാനാവുന്നില്ല.